ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ മീൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടല്ലേ. നമ്മൾ കൂടുതലും നമുക്ക് ടൈം കിട്ടാത്ത കാരണം കൂടുതൽ ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരുങ്ങിക്കിട്ട് നിൽക്കുന്നത് എന്തിനാണെന്നല്ലേ, ഇന്ന് ഞങ്ങളുടെ ഇളയ കുഞ്ഞിൻ്റെ നൂലുകെട്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ റെഡിയായത് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെയൊക്കെ റെഡിയാക്കി 8:30 ആകുമ്പോൾ ഞാനും ഒരുങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ലപോലെ പാടുപെട്ടു. ഒരാളെ അവിടെ പാട്ടൊക്കെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തൊന്ന് സമാധാനപ്പെടുത്തി എടുക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നെ അവളെ ഒന്ന് സമാധാനിച്ച് വെളിയിലൊക്കെ കൊണ്ടുപോയതിന് ശേഷം സമയമായപ്പോൾ ഞങ്ങൾ നൂലുകെട്ടിൻ്റെ ചടങ്ങിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ അകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. 9:30ക്കും 10:30ക്കും ഇടയ്ക്കായിരുന്നു ചടങ്ങ് വെച്ചിരുന്നത്. അപ്പം വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ അത് അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമുള്ളൊരു കുഞ്ഞൊരു ചടങ്ങായിരുന്നു. അപ്പോൾ അല്ലൂസിന് ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അവൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു. അവളിങ്ങനെ ചടങ്ങൊക്കെ കാണുന്നതും എല്ലാവരും ഇങ്ങനെ വാവേനെ ഇതാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഇതാണ്. പലപ്പോഴും ഞാൻ അവളുടെ മാറ്റം കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 2 വയസ്സുകാരി കുട്ടി എന്നുള്ളതിൻ്റെ നിലയ്ക്ക് അവൾ പലപ്പോഴും വാവയുടെ ഒരു അമ്മ റോളിലേക്ക് എത്തും. ഒരു ചേച്ചിന് പകരം ഞാൻ എങ്ങനെയാണോ അവനെ കെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് അവൾ കെയർ ചെയ്തേക്കുന്നത്. അമ്മ ഒന്ന് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ വന്ന് പറയാം, അമ്മ വാവ ശുശു വെച്ചോ, ആണോ ശുശു വെച്ചോ. പിന്നെ വാവ കരഞ്ഞാൽ പറയാം, അമ്മേ വാവ ഞഞ്ഞു. അയ്യോ കനേൻ്റെ ഞഞ്ഞു, അമ്മേ വാവ ഞഞ്ഞു. പോട്ടേട്ടോ പോട്ടേട്ടോ എന്നും പറഞ്ഞു വാവേനെ ഇട്ട് എന്താ പറയുക കൊഞ്ചിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വാവേനെ അവളെ കൊഞ്ചിക്കാനൊക്കെ ഉള്ള ഒരു അറിവാണ്. പാവം അവളെ കൊഞ്ചിക്കാൻ ആർക്കും ടൈമില്ലാത്ത പോലെ അവൾ വാവേനെ വന്ന് കൊഞ്ചിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും എന്താ ഇവിടെ മാറ്റം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇടയിൽ കൂടെ ചെറിയൊരു ശബ്ദം കേൾക്കും കേട്ടോ. അതിൻ്റെ മോണാണെന്നിരുന്നു ഇവിടെ കളിക്കുന്നതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ ഞങ്ങൾ വാവയുടെ ചെവിയിൽ പേരൊക്കെ ഇട്ടു. ആദ്യം ഉദയേട്ടൻ്റെ അച്ഛൻ്റെ പേര് ചെവിയിൽ പറഞ്ഞതിന് ശേഷം പിന്നെ വാവയുടെ ചെവിയിൽ വാവയ്ക്ക് നമ്മൾ എന്ത് പേരാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നമ്മൾ ഇട്ടു. അപ്പം അതിനിടയ്ക്ക് ഞാൻ അലുവിനെ വടിയിലൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾ വാവ വന്നെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ചിനിങ്ങിയൊക്കെ കുരുത്തക്കടൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ വാവയ്ക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേരെന്താണെന്ന് വെച്ചാൽ ആദം ഉദയ് എന്നാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ആദി എന്ന് വിളിക്കും. ഒഫീഷ്യൽ നെയിം വന്നിട്ട് ആദോ ഉദയ്. അങ്ങനെ അലങ്കൃത ഉദയന് ആദോ ഉദയനാണ് നമ്മൾ 2 മക്കളുടെ പേര്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാകാമല്ലോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടോ, അത് ഞങ്ങൾ പേര് സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഇതിൽ നമ്മൾ ചേട്ടത്തി അഭിപ്രായം പറഞ്ഞപ്പോൾ എക്സ്പ്രഷനായിരുന്നു അത്. അപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു. വാവയ്ക്ക് പേരൊക്കെ ഇട്ടു, വാവയ്ക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റുകളൊക്കെ എല്ലാവരും ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അർത്ഥം കൂടായി. അങ്ങനെ രണ്ടാമതും ഞങ്ങൾ അച്ഛനമ്മമാരായിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ വരിക, നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒത്തിരി മാറ്റമൊക്കെ വന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ അവസാനം നെയിമൊക്കെ റിവീൽ ചെയ്തു, പേരൊക്കെ വെച്ചു. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.